അണ്ടർ 19 മുതൽ ഈഡൻ ഗാർഡൻസിൽ കളിക്കുന്നവനാണ് ഞാൻ. ഇന്നേ വരെ രണ്ടാം ദിവസവും മൂന്നാം ദിവസവും പിച്ച് ഇത്രയും മോശമായി ബിഹേവ് ചെയ്യുന്നത് കണ്ടിട്ടില്ല. പറയുന്നത് ഇന്ത്യയുടെ ഓൾ ടൈം ലെജൻഡറി സ്പിന്നർ അനിൽ കുംബ്ലെയാണ്. തങ്ങൾ ആവശ്യപ്പെട്ട പിച്ചാണ് ലഭിച്ചത് എന്ന് ഗംഭീറും പറയുന്നു. കുഴികുത്താൻ ഗംഭീർ ഏർപ്പാടാക്കി എന്ന് ചുരുക്കം. ഹോം ടീമിന് മുൻതൂക്കം ലഭിക്കേണ്ടതാണ് ഹോം പിച്ചുകൾ. ഇന്ത്യ ഒഴിച്ച് എല്ലായിടത്തും അങ്ങനെ തന്നെ. ആൻഡേഴ്സണും ബ്രോഡും വിരമിച്ച ശേഷം സ്വിംഗ് നമുക്ക് പറ്റിയതല്ല എന്ന് തോന്നിയ ബാസ്ബോൾ ഇറയിൽ എക്സ്ട്രീം സ്വിംഗ് പിച്ചുകൾ ഇംഗ്ലണ്ട് ഒഴിവാക്കിയത് കാണാം. അവരുടെ ടീമിന്റെ ഗുണത്തിനായി പിച്ചുകൾ മാറ്റി. ഇന്ത്യൻ ടീം മാനേജ്മെന്റിന് ഇപ്പോഴും മുനിറകളിൽ നിന്നും വണ്ടി കിട്ടിയിട്ടില്ല. എക്സ്ട്രീം സ്പിന്നിനെ കളിക്കാൻ പണ്ടും ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. ഇപ്പോൾ ഇന്ത്യൻ സ്പിന്നർമാരും മറ്റു ടീമുകളിലെ സ്പിന്നർമാരും തമ്മിലുണ്ടായിരുന്ന വ്യത്യാസം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ എക്സ്ട്രീം സ്പിൻ പിച്ചുകൾ ഇന്ത്യൻ ബാറ്റർമാർക്ക് തന്നെ ദോഷമാണ്. ടോസ് നേടി ഫസ്റ്റ് ബാറ്റ് ചെയ്താൽ മാത്രം ജയിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത്തരം പിച്ചുകൾ. ഒരു റീതിങ്കിങ്ങിന്റെ സമയം എന്നേ കഴിഞ്ഞിരിക്കുന്നു. ഒരു വൈറ്റ് വാഷ് എന്ന കിട്ടാവുന്നതിൽ ഏറ്റവും മോശം റിസൾട്ടും കിട്ടിയിരിക്കുന്നു. എന്നിട്ടും മാറ്റമില്ല എന്നതിലാണ് അത്ഭുതം. ആദ്യ 2 ദിനങ്ങളിൽ ബാറ്റിങ്ങിനും 3-ാം ദിനം മുതൽ സ്പിന്നിനെ സപ്പോർട്ട് ചെയ്ത് 5-ാം ദിനം മികച്ച സ്പിൻ പിച്ചാകുന്ന ടിപ്പിക്കൽ ഇന്ത്യൻ പിച്ചുകളാണ് വേണ്ടത്. ഈ തോൽവിയിൽ നിന്നെങ്കിലും പാഠം പഠിക്കുമോ അതോ ദക്ഷിണാഫ്രിക്കയും ഇന്ത്യയെ വൈറ്റ് വാഷ് ചെയ്യേണ്ടി വരുമോ? തുടരുക. പാഠം എത്ര പഠിച്ചാലും സ്പിൻ കുഴികുത്തി എതിരാളികളെ പൂട്ടാം എന്ന നയം മാറ്റരുത്. കൃത്യം 1 വർഷം മുമ്പ് ഇതേപോലെ സ്പിൻ ബൗളിങ്ങിനെ അങ്ങേയറ്റം അനുകൂലിക്കുന്ന പിച്ചുകളൊരുക്കി ന്യൂസിലാൻഡ് ടീമിനോട് വൈറ്റ് വാഷ് തോൽവി ഇന്ത്യൻ ടീം ഇരന്നു വാങ്ങിയിരുന്നു. 1 വർഷത്തിനിപ്പുറം ഇപ്പോഴിതാ കൊൽക്കത്ത ടെസ്റ്റിൽ സമാനമായ രീതിയിൽ സൗത്ത് ആഫ്രിക്കയോടും തോറ്റിരിക്കുന്നു. കൊൽക്കത്ത ടെസ്റ്റിൽ ടീം ഇന്ത്യക്ക് 30 റൺസിന്റെ തോൽവി. നല്ല കഴിവുള്ള സ്പിൻ ബൗളേഴ്സ് മറ്റു ടീമുകളിൽ ഇല്ല എന്ന ചിന്ത വല്ലതുമാണോ? ഈ സൗത്ത് ആഫ്രിക്കൻ ടീമിനെ തന്നെ പരിഗണിക്കുക. കേശവ് മഹാരാജ് എന്ന അവരുടെ സ്പിൻ ബൗളറുടെ ക്വാളിറ്റി ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? ഈ മത്സരത്തിൽ ഇന്ത്യൻ ബാറ്റിങ്ങിനെ കടപുഴകിയ സൈമൺ ഹാർമർ എന്ന സ്പിൻ ബൗളർ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പാകിസ്ഥാൻ ടീമിനെ തകർത്ത കാഴ്ച ഏവരും ശ്രദ്ധിച്ചതല്ലേ? ഹാർമറിനൊപ്പം പാകിസ്ഥാനിൽ തിളങ്ങിയ സ്പിൻ ബൗളിംഗ് കൈകാര്യം ചെയ്യുന്ന സെനുറൽ മുത്തുസ്വാമി എന്ന ഓൾറൗണ്ടറും അവരുടെ ടീമിനൊപ്പമുണ്ട്. ഈ ടെസ്റ്റിൽ കളിച്ചില്ല എന്നേയുള്ളൂ. ഇവർ 3 പേരോടും പാർട്ട് ടൈം സ്പിന്നർ എന്ന നിലയിൽ എയ്ഡൻ മാർക്രം കൂടി ചേരുമ്പോൾ 1-ാം തരം സ്പിൻ ബൗളിംഗ് യൂണിറ്റാണ്. എന്നിട്ടും സ്പിൻ കുഴി തന്നെ ഒരുക്കി കൊൽക്കത്തയിൽ ഇന്ത്യ തോൽവി ഇരന്നു വാങ്ങി.